ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കേണ്ടത് 10th വരെയുള്ള സ്റ്റുഡൻസാണ്. പ്രത്യേകിച്ചും കേരള സിലബസിലെ 10th വരെയുള്ള സ്റ്റുഡൻസ്. അവർക്ക് ഗ്രാമറിൻ്റെ എല്ലാ പോർഷൻസും ചോദിക്കും. പ്രത്യേകിച്ച് ഇതാണ് ഈ ക്വസ്റ്റ്യൻ അവരുടെ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ അവരുടെ ടെസ്റ്റ് മാറിയിട്ടുണ്ട്. 10th ടെസ്റ്റ് മാറിയിട്ടുള്ളതാണ്. അവർക്ക് യൂണിയൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. കേരളത്തിൽ മുഴുവനുള്ള 10th എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ ആയിരുന്നു. എഡിറ്റ് ദ പാസേജ് ഇറേഴ്സ് ആർ ഗിവൺ ഇൻ ബോയ്ഡ്. അവരുടെ 27th ക്വസ്റ്റ്യൻ ആണ്. അപ്പം പാസേജ് എഡിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഗ്രാമറിലെ എല്ലാ പോർഷൻസും വരും. അതിനകത്ത് എന്തൊക്കെ വരും? ടെൻസ് കറപ്ഷൻ വരും, പ്രിപ്പോസിഷൻ വരും, എഗ്രിമെന്റ് ഓഫ് ദി സബ്ജക്റ്റ് വിത്ത് വെർബ് വരും, കൺകോഡ് എന്ന് പറയുന്ന എഗ്രിമെന്റ് ഓഫ് ദി സബ്ജക്റ്റ് വിത്ത് വെർബ് വരും, അതോടൊപ്പം ആർട്ടിക്കിൾസ് വരും, എല്ലാം വരും. ഈ ക്ലോസിനടക്ക് കയറി വരും, അങ്ങനെ എല്ലാം വരും. ഗ്രാമറിന്റെ എല്ലാ പോർഷനും അറിയാമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം അവർക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ 2 എണ്ണം മാത്രം ഞാൻ വായിക്കാം. നിങ്ങൾക്ക് വളരെ ഈസിയാണ്. അതിന് ഏറ്റവും പിന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇത് വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ്. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യും. അപ്പം ഈ എഡിറ്റ് ചെയ്ത പാസേജിനകത്ത് അവർ കഴിഞ്ഞ വർഷം ഓണം എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ വായിക്കാം. എഡ്യൂക്കേഷൻ എംപവർ അസ്. അതിനകത്ത് എംപവർ എന്ന് പറയുന്ന വേർഡാണ് അവർ ബോൾഡ് ചെയ്തിരിക്കുന്നത്. എഡ്യൂക്കേഷൻ എംപവർ അസ്. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് എവിടെ തെറ്റ്? നൈസാണ്. അതായത് എഗ്രിമെന്റ് ഓഫ് ദി സബ്ജക്റ്റ് വിത്ത് വെർബാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വേർഡ് കളക്റ്റീവ് നൗണാണ്. അല്ലെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വേർഡ് എപ്പോഴും നൗൺ സിംഗുലറാണ്. അതുകൊണ്ട് എംപവർ എന്ന് പറയുന്ന വെർബും സിംഗുലറായിരിക്കും. അപ്പം എഡ്യൂക്കേഷൻ എംപവേഴ്സ്. എംപവർ അസ് എന്നുള്ളത് എംപവേഴ്സ്. ഇനി തുറന്ന് പറയുന്നത് വി ഡോണ്ട് നീഡഡ് ടു ബെഗ് ഫോർ എ ജോബ് ആഫ്റ്റർ എഡ്യൂക്കേഷൻ. വി ഡോണ്ട് നീഡഡ് എന്ന് പറയത്തില്ല. കാരണം നീഡഡ് എന്ന് പറയുന്ന വെർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് നീഡാണ്. ഇവിടെ ഇപ്പോൾ ഡോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വി ഡോൺ നീഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം നീഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു പ്ലസ് നീഡ് അല്ലെങ്കിൽ ഡു പ്ലസ് വെർബ്. അപ്പം വി ഡോൺ നീഡഡ് എന്നുള്ളത് വി ഡോൺ നീഡ് എന്നാക്കിയത്. അപ്പം അവിടെ വെർബിൻ്റെ മിസ്റ്റേക്സ് ആണ്. അപ്പം ഇങ്ങനെ SSLCക്ക് ആവശ്യമായിട്ടുള്ള അല്ല, SSLCക്ക് എന്നല്ല, സ്കൂൾ സിലബസിന് ആവശ്യമായിട്ടുള്ള, പ്രത്യേകിച്ച് കേരള സിലബസിന് ആവശ്യമായിട്ടുള്ള ഗ്രാമർ പോർഷൻസ് ഇത്തരത്തിൽ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ റൂൾസ് പറയുന്നു. ഇംഗ്ലീഷ് അക്കാഡമി, പത്തനാപുരത്ത് അശ്വിനി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട്. വെൽക്കം.